സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ ആണ്. നോർമൻസ് ബ്രിട്ടനെ കോൺക്വസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായി അവരവിടെ വരുത്തുന്ന മാറ്റങ്ങളും ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സും ഒക്കെ നമ്മൾ പറഞ്ഞു. കോൺസിക്വൻസസും പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചർച്ച് റിഫോംസ്, നമ്മുടെ കിങ് വരുത്തിയ മാറ്റങ്ങൾ, വില്യം വരുത്തിയ മാറ്റങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. വില്യമും അതേപോലെ ഹാരോൾഡും തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സ്. ഹാസ്റ്റിങ്സിന്റെ ഭാഗമായിട്ട് വില്യം ജയിക്കുകയും വില്യം ബ്രിട്ടന്റെ അധികാരിയായി മാറുകയും അങ്ങനെ അവിടെ ഭരണം നടത്തുകയും ചെയ്തു. അപ്പോൾ വരുത്തിയ മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞ ചർച്ച് റിഫോംസ് ഒക്കെ. ഇനി പറയേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിന് നോർമൻ കോൺക്വസ്റ്റ് കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് നോർമൻ കോൺക്വസ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ്. The Norman conquest of England and resulting the effects were crucial in the formation of English language. Some scholars argue that probably the most regrettable effect of Norman conquest was total eclipse of English vernacular as the language of literature, law and administration. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഫോർമേഷന് ഒരുപാട് റിസൾട്ട് ചെയ്തിട്ടുള്ള ഒരു കോൺക്വസ്റ്റ് ആയിരുന്നു നോർമൻ കോൺക്വസ്റ്റ്. പലരും പറയുന്നത് ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു വെർണാക്കുലർ ലാംഗ്വേജ് ആയിരുന്നു. വെർണാക്കുലർ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ലാംഗ്വേജ്, കോമൺ പീപ്പിൾസ് ലാംഗ്വേജ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അവരുടെ ഭാഷയായിരുന്നു ഇംഗ്ലീഷ്. അന്നത്തെ കാലത്ത് ഹൈ റെസ്പെക്ട് കിട്ടിയിരുന്ന ഭാഷകളൊക്കെ ഗ്രീക്കും ലാറ്റിനും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ സാൻസ്ക്രിറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയായിട്ട് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. കാരണം വേദങ്ങളും പുരാണങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ്. ബാക്കിയുള്ളവർ സംസാരിക്കുന്നതൊക്കെ ഓർഡിനറി ലാംഗ്വേജസ് അല്ലെങ്കിൽ വെർണാക്കുലർ ലാംഗ്വേജ് ആയിട്ടായിരുന്നു കരുതപ്പെട്ടിരുന്നത്. അതേപോലെ ഇംഗ്ലീഷും ഒരു വെർണാക്കുലർ ലാംഗ്വേജ് ആയിരുന്നു. നോർമൻ കോൺക്വസ്റ്റോട് കൂടിയിട്ട് അതിനൊരു മാറ്റം വരികയാണെന്നാണ് പറയുന്നത്. ഇത് എന്ത് ചെയ്തു? ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യത്തിന്റെ ഭാഷയായിട്ടും അതുപോലെ നിയമത്തിന്റെ ഭാഷയായിട്ടും ഭരണത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഷയായിട്ട് ഇത് മാറി. The immediate result was the banishment of Anglo-Saxon from the official documents and the other records. അപ്പൊ ആംഗ്ലോ സാക്സൺസിന് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ഈ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റമാണ് ചെയ്യുന്നത്. അതുപോലെ ലാറ്റിൻ ആൻഡ് നോർമൻ ഫ്രഞ്ച് വൈഡ്ലി യൂസ്ഡ് ബൈ ദി കോൺകേഴ്സ്. അപ്പോൾ ലാറ്റിൻ ഭാഷ അതുപോലെ നോർമൻ ഫ്രഞ്ച് ലാംഗ്വേജ് ഒക്കെ ആയിരുന്നു അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നുണ്ടായിരുന്നത്. All the Norman aristocrats deliberately kept away from the Anglo-Saxon language since they considered it the language of ignorant layman. One of the major setbacks to the Old English can be seen in the preparation of a Domesday Book. For the details for the Domesday Book by William, the voluminous work asserted the superiority of Norman French over Old English. അപ്പൊ നമുക്ക് ലാംഗ്വേജിന്റെ കാര്യം നോക്കുമ്പോൾ പണ്ട് ഈ വില്യമിന്റെ ആൾക്കാരൊക്കെ സംസാരിച്ചിരുന്നത് നോർമൻ ഫ്രഞ്ച് ആയിരുന്നു, ഫ്രഞ്ച് ഭാഷയായിരുന്നു. കാരണം അവർ ആ ഒരു ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോഴും അവർ സംസാരിക്കുന്ന ഭാഷ ഫ്രഞ്ച് തന്നെയായിരുന്നു, പക്ഷെ നോർമൻ ഫ്രഞ്ച് ആയിരുന്നു. അപ്പൊ ആംഗ്ലോ സാക്സൺസിനൊക്കെ ഒഴിവാക്കി. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഓൾഡ് ഇംഗ്ലീഷിൽ, വളരെ പഴയ ഇംഗ്ലീഷിൽ ഒരുപാട് ഫ്രഞ്ച് വേർഡ്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് രീതി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. വളരെയധികം സുപ്പീരിയർ ആയിട്ട് ഫ്രഞ്ച് ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് ഓൾഡ് ഇംഗ്ലീഷിൽ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഡൂംസ്ഡേ ബുക്ക് വാസ് നെവർ റിട്ടൺ. അപ്പോൾ ഡൂംസ്ഡേ ബുക്ക് എന്ന് പറയുന്നത് വില്യം തന്നെ എഴുതിയൊരു ബുക്കാണ്. അത് അദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ എഴുതിയാണ്. അതിൽ നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യത്തിനുള്ള എക്സാമ്പിൾസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. Thus, Englishmen were unable to understand the official terms used in the book. William also rewrote the law codes using French vocabulary that slightly altered the legal vocabulary. Domesday Book and law codes helped cement French into English legal practice and eventually great speech. Though the introduction of new land tenure and with French novels, അതായത് പറയുന്നത് ഈ ഡൂംസ്ഡേ ബുക്കിൽ അധികം ഫ്രഞ്ച് ആയതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക്, ഇംഗ്ലണ്ടിലെ സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജാവ് തന്നെ ഇത് റീറോട്ട് ചെയ്തു, രണ്ടാമത് എഴുതി എന്നാണ് പറയുന്നത്. സോ വില്യം ഇൻട്രൊഡ്യൂസ് ദി aristocracy over the French speakers. The French loan words began to appear in the English lexicon immediately following the conquest. അപ്പൊ നമുക്ക് ലോൺ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് കടം കൊള്ളുന്ന വാക്കുകൾ. അങ്ങനെ ഒരുപാട് വാക്കുകൾ ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
So nearly 2000 years after the conquest, French was sufficiently established in the England and rapidly gained the popularity among the general public. അപ്പോൾ 200 വർഷങ്ങൾക്ക് ശേഷം, വില്യമിന്റെ കോൺക്വസ്റ്റിന് ശേഷം, നോർമൻസ് വന്നതിന് 200 വർഷങ്ങൾക്ക് ശേഷം അവിടെയുള്ള സാധാരണ ആൾക്കാർക്കും ഈ ലാംഗ്വേജ് ആക്സെപ്റ്റബിൾ ആയിട്ട് വന്നു, ഫ്രഞ്ച് ഭാഷ. അങ്ങനെ ആൾക്കാർ ഫ്രഞ്ചിൽ സംസാരിക്കാനൊക്കെയുള്ള രീതിയിലേക്ക് മാറി. So as primary language of aristocratic portion of society and law, French had a trickle-down effect in the common speech. Gradually, French became more attractive to English people during the Norman reign. അങ്ങനെ നോർമൻസ് ഭരിക്കുന്ന കാലത്ത് ആളുകൾക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷിനെക്കാളും ഫ്രഞ്ച് അട്രാക്റ്റീവായി തോന്നുകയും ആ ഭാഷ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. As French became more prevalent and desirable among the Englishmen, the number of French words included in the English speech and the lexicon naturally increased, which increased the French influence on common English speech. Formation of new words with French roots and affixes became common. Entirely new words formed from the combination of existence of French and English words. For the word hindrance resulted from the combination of hinder and the French affix ans used in the construction of nouns. അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇംഗ്ലീഷ്, അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പീപ്പിള് ഈ നോർമൻ ലാംഗ്വേജ് സംസാരിക്കുന്നതോടെ, അതായത് ഈ ഫ്രഞ്ച് ലാംഗ്വേജ് സംസാരിക്കുന്നതോട് കൂടിയിട്ട് ആ ഭാഷയുടെ കുറെ വാക്കുകളുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഹിൻഡറൻസ് എന്ന് പറയുന്ന വാക്ക്, ഹിൻഡർ എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡും ആൻസ് ANC എന്നുള്ളത് അതിൻ്റെ ഒരു സഫിക്സ് ആണ്, ജോയിനിങ് വേർഡാണ്. അപ്പോൾ ഇങ്ങനെ പകുതി വാക്ക് ഫ്രഞ്ചിൽ നിന്നും പകുതി വാക്ക് ഇംഗ്ലീഷിൽ നിന്നും ആയിട്ട് അവിടെ ഒരു പുതിയ ലാംഗ്വേജ് തന്നെ ഉണ്ടായി. അത് എന്ത് ചെയ്തു, ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി കുറച്ചും കൂടി വലുതാവാൻ വേണ്ടി സഹായിച്ചു എന്നാണ് പറയുന്നത്. സംടൈംസ് ഇംഗ്ലീഷ് വേർഡ്സ് ആർ ഫോംഡ് എൻറ്റയർലി ഫ്രം ഫ്രഞ്ച്. ചില സമയങ്ങളിൽ ഇംഗ്ലീഷിലുള്ള പല വാക്കുകളും ഫ്രഞ്ച് വാക്കുകൾ അതേപടി ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഒരു കോൺക്വസ്റ്റ് കൊണ്ട് വെറും ജനങ്ങൾക്ക് എന്താ ഉണ്ടാകുന്നത്, ഒരു രാജാവിന്റെ മാത്രമല്ല അവരുടെ കൾച്ചറിലും ലാംഗ്വേജിലും ഒക്കെ വരുന്ന മാറ്റാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഹിൻഡറൻസ് പറഞ്ഞ പോലെ വേറൊരു വാക്കാണ് കവറേജ്. കവറേജിലെ ഏജ് എന്നുള്ള ഇത് സഫിക്സ് ഫ്രഞ്ച് ആണ്, ബാക്കി വാക്ക് ഇംഗ്ലീഷ് ആണ്. അത് മനസ്സിലാക്കുക. The French element in the English language is extremely large. In 1250 CE, the numbers are expanded, including words like coronation, princess, royal, inspiration, governor, chancellor, justice, fortress, cardinal, penalty, clergy, etc. ഇപ്പൊ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ഓരോ കാലങ്ങളായിട്ട് ഇംഗ്ലീഷിലേക്ക് വന്നു ചേർന്ന ഫ്രഞ്ച് വാക്കുകളാണെന്ന് മനസ്സിലാക്കാം. അടുത്തതിന് നോർമൻ ഫ്യൂഡലിസം ആണ് പറയാനുള്ളത്. ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ ജന്മി കുടിയാൻ വ്യവസ്ഥ എന്നുള്ളതാണ്. അതായത് ഒരു പ്രഭു ഉണ്ടാവും, പ്രഭു വഴി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ വരുന്നത് ഈ നോർമൻ ഫ്യൂഡലിസം, നോർമൻസ് വഴിയാണ് ഇത് വരുന്നത് എന്നാണ് പറയുന്നത്. Medieval historians have been discussing the origin of English feudalism and impact of Norman conquest on the English society over a century. But they have been unable to agree for whether feudalism or its elements existed the pre-Roman England, whether the conquest fundamentally transformed English society. Debates related to the question of feudal practices before Norman conquest of Britain have analyzed by the famous historian of medieval England named Warren Hollister. അപ്പോൾ ബ്രിട്ടനിൽ ഈ നോർമൻസ് വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു സിസ്റ്റം ഉള്ളതായിട്ട് ആർക്കും തന്നെ അറിവില്ല. നോർമൻ കോൺക്വസ്റ്റിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഫ്യൂഡലിസം അതിൻ്റേതായ എലമെൻസൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയത്. ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇതിനെക്കുറിച്ച് പറയുന്ന വർക്ക്സാണ് വാരൻ ഹോളിസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് നോർമൻ കോൺക്വസ്റ്റ്. ഇമ്പാക്റ്റ് ഓഫ് നോർമൻ കോൺക്വസ്റ്റ് എന്നുള്ള 1969 വാരൻ ഹോളിസ്റ്ററിൻ്റെ ബുക്കിലും അതുപോലെ നോർമൻ കോൺക്വസ്റ്റ് ആൻഡ് ജെനസിസ് ഓഫ് ഇംഗ്ലീഷ് ഫ്യൂഡലിസം എന്നുള്ള വേറൊരു ആർട്ടിക്കിളിലുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റ്സ് ഒക്കെ ഉള്ളത് ആ പുസ്തകങ്ങളിലാണെന്ന് മനസ്സിലാക്കുക. അപ്പം അന്ന് കാലഘട്ടങ്ങളിൽ എഴുതിയ പല പുസ്തകങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇനി ഫീച്ചേഴ്സ് ഓഫ് നോർമൻ ഫ്യൂഡലിസം പറയാം. എന്തായിരുന്നു നോർമൻ ഫ്യൂഡലിസത്തിൻ്റെ പ്രത്യേകതകൾ, ഇല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാം. A consequences of William's land policies was the development of
ഫ്യൂഡലിസം. അപ്പോൾ ലാൻഡ് പോളിസീസ്, വില്യം നടപ്പിലാക്കിയ ഭൂപരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഫ്യൂഡലിസം ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. ഫ്യൂഡൽ പ്രാക്ടീസസ് വെർ പ്രിവെയിൽഡ് ഇൻ ദ ആംഗ്ലോ സാക്സൺ പീരിയഡ്. ഫ്യൂഡൽ പ്രാക്ടീസസ് ആംഗ്ലോ സാക്സൺ പീരിയഡിൽ തന്നെ അതിൻ്റെ ഇതൊക്കെ കാണിച്ചിരുന്നു. എന്നാലും വില്യം മെയ്ഡ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ടു suit his needs. William led Anglo-Saxon earls to Mercia and Northumbria and keep their lands because they had not fight against Williams at Hastings. അപ്പോൾ ആംഗ്ലോ സാക്സൺസിൽ തന്നെ നോർത്തുംബ്രിയയിലും മേഴ്സിയയിലൊക്കെ ഉള്ള ആളുകൾ വില്യമിനെതിരെ ഫൈറ്റ് ചെയ്യാത്തതുകൊണ്ട്, ഹാരോൾഡിൻ്റെ സംഭവത്തിൽ ഫൈറ്റ് ചെയ്യാത്തതുകൊണ്ട് അവരുടെ സ്ഥലങ്ങളിലൊന്നും വലിയ മാറ്റമൊന്നും വില്യം വരുത്തിയിരുന്നില്ല. മാത്രമല്ല, the only condition was they accepted the William's authority as king and their feudal lord. ആകെ ഒറ്റ കണ്ടീഷനെ വില്യം അവരോടായി പറഞ്ഞിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് നിങ്ങളുടെ കിങ്, നിങ്ങളുടെ ഫുൾ അതോറിറ്റി എനിക്കാണ്, മാത്രമല്ല ഞാൻ തന്നെയായിരിക്കും ഇവിടുത്തെ ഫ്യൂഡൽ ലോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൂപ്രഭു എന്നുള്ള അർത്ഥത്തിലാണ്. വില്യം ട്രാൻസ്ഫേർഡ് ലാൻഡ് ഓണർഷിപ്പ് ഫ്രം ആംഗ്ലോ സാക്സൺ നോബിൾസ് ഹു ഹാഡന്റ് സപ്പോർട്ടഡ് ഹിം ടു നോമൻസ്. അതുപോലെ ലാൻഡിന്റെ ഓണർഷിപ്പ് ഒക്കെ ആംഗ്ലോ സാക്സൺ നോബിൾസിന് ഉണ്ടായിരുന്നതൊക്കെ എടുത്തു കളഞ്ഞു. കാരണം എന്താണ്? നോർമൻസിനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട്. ദീസ് വെർ ദ മെൻ ഹി കുഡ് നോട്ട് ട്രസ്റ്റ് ആൻഡ് റിലേ ഓൺ. Norman feudalism was different from the Anglo-Saxon system. In important way, the King William owned all the land. അപ്പൊ ആംഗ്ലോ സാക്സൺ പീരീഡിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംഗ്ലോ സാക്സൺ പീരീഡിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വത്ത് കൈവശം വെക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കിങ് ഒരാളാണ്. എല്ലാ ലാൻഡും അദ്ദേഹം കീഴടക്കിയ എല്ലാ ലാൻഡിന്റെ അതോറിറ്റിയും ഒറ്റൊരു വ്യക്തിയാണ്, ദ കിങ് വില്യം. ഓക്കെ, this system of giving land in exchange for duties and had exercised before the Norman conquest, but William confiscated land from Anglo-Saxons and created whole new power structure. Norman feudalism was based on the royal strength. അപ്പോൾ പണ്ടെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോന്നൊരു എന്ത് ജോലിയാണോ ചെയ്യുന്നത്, എന്ത് ഡ്യൂട്ടിയാണോ ചെയ്യുന്നത്, അതിനനുസരിച്ചായിരുന്നു ആ ലാൻഡ് യൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. പക്ഷെ വില്യം വന്നതോട് കൂടിയിട്ട് ഇതൊക്കെ മാറി ഒരു പുതിയൊരു പവർ സ്ട്രക്ചറാണ് വില്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നോർമൻ ഫ്യൂഡലിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റോയൽ സ്ട്രെങ്ത്. റോയൽ സ്ട്രെങ്ത്തിന്റെ ബേസിസിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഫ്യൂഡലിസം വാസ് ബേസ്ഡ് ഓൺ കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ എമംഗ് ദി നോബിൾസ്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് നോബിൾസിന്റെ ഇടയിലുള്ള ഒരു കോൺട്രാക്ട് പോലെയായിരുന്നു. ഇൻ ഫ്യൂഡൽ സൊസൈറ്റി ദ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വെസ്റ്റഡ് ഇൻ ദ കിങ്. കിങ് വാസ് തിയററ്റിക്കലി ഓക്യുപ്പൈഡ് ദ അപ്പെക്സ് ഓഫ് ഇമാജിനറി പിരമിഡ്. ഇപ്പൊ ഒരു പിരമിഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും താഴെ ആരാണ്? ഫാമേഴ്സ്, സ്ലേവ്സ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും മുകളിൽ കിങ് ആണ്. അപ്പൊ ഇവിടെ ആ കിങ്ങിന്റെ എല്ലാ പവറും തന്നെ ഈ കിങ് വില്യം എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. And immediately below him was the vassals, the hierarchy of nobles who held fiefs. A piece of land directly from the king were called tenants in chief. അപ്പോൾ കിങ്ങിന് താഴെ ടെനൻസ് ഇൻ ചീഫ്, അതായത് ഭൂപ്രഭുക്കന്മാര്, രാജാവിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. നോർമൻ സ്പ്ലിറ്റ്സ് ദ ഇംഗ്ലീഷ് ലാൻഡ് ആൻഡ് റിറ്റെയിൻഡ് മെയിൻറ്റെയിൻ പവർ ബൈ ബിൽഡിംഗ് കാസിൽസ് ആസ് പവർ ബേസസ് കൺട്രോൾ ഓഫ് ഇംഗ്ലീഷ് പോപ്പുലേഷൻ. അവരതിൽ കാസിൽസ്, കൊട്ടാരങ്ങളൊക്കെ പണിത് വെച്ച് എന്തിനാണ്? ഇംഗ്ലീഷ് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫ്യൂഡലിസം ബിക്കേം എ വേ ഓഫ് മെഡീവിയൽ ഇംഗ്ലണ്ട് ആൻഡ് റിമെയിൻഡ് ഫോർ മെനി സെഞ്ചുറീസ്. ഫ്യൂഡലിസം എന്ത് ചെയ്തു? ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം അങ്ങനെ തന്നെ നിലനിന്നു. മിഡീവിയൽ ഇംഗ്ലണ്ടിലൊക്കെ ഒരുപാട് കാലം തന്നെ, സെഞ്ചുറീസ് തന്നെ ഈ ഒരു കാര്യം നിലനിന്നുകൊണ്ട് പോയി. വില്യം നീഡഡ് എ വേ ഓഫ് കൺട്രോളിങ് ഇംഗ്ലണ്ട് സോ ദാറ്റ് ദ പീപ്പിൾ റിമെയിൻഡ് ലോയൽ ടു ഹിം. വില്യമിനെ എല്ലാം തന്നെ ഒരു കൺട്രോൾ ചെയ്യുന്ന പവർ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അവന് വളരെയധികം ലോയൽ ആയിട്ടൊക്കെ നിന്നു എന്നാണ് പറയുന്നത്. വില്യം കൺസിഡർ ഓൾ ദ ലാൻഡ് ഇൻ ഇംഗ്ലണ്ട് ഹിസ് ഓൺ പേഴ്സണൽ പ്രോപ്പർട്ടി, ഗേവ് ഔട്ട് ഓഫ് ഫീൽഡ്സ് ടു നോബിൾസ് ആൻഡ് ഇൻ റിട്ടേൺ ടു ഗിവ് മിലിറ്ററി സർവീസസ് വെൻ റിക്വയർഡ്. വില്യമിന്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്യമാണ് ആ രാജ്യത്തിന്റെ മൊത്തം സ്വത്തിനും അവകാശി എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, മിലിറ്ററി പേർപ്പസിന് മാത്രമായിട്ടാണ് നോബിൾസിൽ നിന്നും ഇത് റിട്ടേൺ ആയിട്ട് വാങ്ങിയിരുന്നുള്ളൂ. അതുപോലെ ദേ വർ ഗിവൺ നോബിൾ മെൻ ഹു ഹാഡ് bravely for him battles, especially at Hastings. The land was not simply given to these nobles. They had to swear that the oath of loyalty to William. അപ്പോൾ ഈ മിലിറ്ററി ടൈമിൽ
ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സ് നടക്കുന്ന സമയത്ത് വില്യമിനെ സഹായിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്ക് ലാൻഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നു, വില്യം ഒരു പ്രതിജ്ഞ ചൊല്ലിച്ചിരുന്നു ഈ ആൾക്കാരെ കൊണ്ട്, നോബിൾസിനെ കൊണ്ട്. അതിന്റെ പേരാണ് ഓത്ത് ഓഫ് ലോയാലിറ്റി എന്ന് പറയുന്നത്. They had to collect taxes in their area for him and they had to provide king the soldiers if they were told to do so. അത് മാത്രമല്ല, അവിടെയുള്ള സാധാരണക്കാര് അതിനു വേണ്ടി ടാക്സ് ഒക്കെ കൊടുക്കണമായിരുന്നു, സ്ഥലത്തിന്റെ ടാക്സ് ഒക്കെ കൊടുക്കണമായിരുന്നു. അത് വാങ്ങിയിരുന്നത് ഈ ലോയൽ ആയിട്ടുള്ള നോബിൾസ് വഴിയാണ് വാങ്ങിയിരുന്നത്. So the men got these pieces of land were called barons, earls and dukes. അപ്പോൾ ഈ സ്ഥലം കിട്ടുന്ന, രാജാവിൽ നിന്ന് സ്ഥലം കിട്ടുന്ന ആൾക്കാരെ വിളിച്ചിരുന്ന പേരുകളായിരുന്നു ബാരൻസ്, ഏൾസ് ആൻഡ് ഡ്യൂക്സ്. ഡ്യൂക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഡ്യൂക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഏൾ ഓഫ് എന്നും കേട്ടിട്ടുണ്ടാവും. ബാരൻസ് കേൾക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഇത് മനസ്സിൽ വെക്കുക. വിത്തിൻ ദെയർ ഓൺ ഏരിയ ദേ വെർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ദെയർ. അതായത് ആ ഒരു ഏരിയ, രാജാവ് കൊടുത്ത ആ സ്ഥലത്തിലെ അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ആർക്കാണ്? ആ സ്ഥലം ത്തിന്റെ നോബിൾ ആയിട്ടുള്ള ആ വ്യക്തിയാണ്, രാജാവ് ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ള ആ ആളാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആ ആളായിരിക്കും. ഇൻ ടേംസ് ഓഫ് ദി ഫ്യൂഡൽ സിസ്റ്റം ദീസ് മെൻ were called tenants in chief. The tenants in chiefs further divided up their land. They were given to trusted Norman knights. Each knight was given segment to land govern. The knights had to swear the oath to baron, duke, earl, collect tax and provide soldiers from his land what were needed. The lords worked to maintain law and order in this area. ഈ ഫ്യൂഡലിസത്തിന്റെ ആ പിരമിഡ് സ്ട്രക്ചർ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഈ രാജാവ് നേരിട്ട് ഏൽപ്പിച്ചിരുന്ന ആൾക്കാരെ ടെനൻസ് ഇൻ ചീഫ് എന്നാണ് വിളിച്ചിരുന്നത്. അവര് വീണ്ടും ലാൻഡ് ഡിവൈഡ് ചെയ്തിട്ട് നൈറ്റ്സിന് കൊടുക്കും. നൈറ്റ്സിൽ നിന്നും അത് ഡിവൈഡ് ആയിട്ട് അവിടെയുള്ള സോൾജിയേഴ്സും ഒക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഈ നൈറ്റ്സിന്റെ ഡ്യൂട്ടിയാണ് ടാക്സ് കളക്ട് ചെയ്യുക എന്നൊക്കെയുള്ളത്. ഓക്കെ, അവരും ഒരു ഓത്ത് പറയേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ദ ലോർഡ്സ് ഹാഡ് ടു ഡു ദെയർ ജോബ് ആസ് വെൽ ആസ് അൺസക്സസ്ഫുൾ വൺ കുഡ് ബി റിമൂവ്ഡ് ഫ്രം ദെയർ പൊസിഷൻ. ഈ ലോർഡുകൾ, ലാൻഡ് ലോർഡ്സ് എന്ത് ചെയ്യണം? അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ തന്നെ ആ സ്ഥാനത്ത് നിന്ന് അവരെ റിമൂവ് ചെയ്യും. At the bottom of ladder were conquered English serfs who had to do their were told and pay the price for their disobedience. അത് മാത്രമല്ല, ഇത് തെറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഡിസൊബീഡിയൻസിന് പേ ചെയ്യേണ്ടി വരുമായിരുന്നു. മാത്രമല്ല, they were treated harshly and was always constant threat to Norman soldiers being against English people they were lived. അതുപോലെ ഒരുപാട് നോർമൻ സോൾജേഴ്സിനൊക്കെ ഒരുപാട് ത്രെട്ടൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ.